അമേരിക്കൻ എക്കണോമിയുടെ പ്രധാനപ്പെട്ട ഒരു സോഴ്സ് എന്ന് പറയുന്നത് GCC രാജ്യങ്ങളാണ്. GCC രാജ്യങ്ങളെ ആക്രമിക്കുമ്പോൾ അത് അമേരിക്കയെ അറ്റാക്ക് ചെയ്യുന്നത് പോലെയാണ്. ഈ യുദ്ധത്തിൽ ഇറാൻ സ്വീകരിച്ച സ്ട്രാറ്റജി നോക്കൂ. എന്താണ് യഥാർത്ഥത്തിൽ ഇറാൻ ചെയ്തത്? അമേരിക്കയുടെ ബേസ്മെൻറ്റുകളെ ആക്രമിക്കുന്നു. അതിനു പുറമെ ഇറാൻ ആക്രമിച്ചത് പ്രധാനപ്പെട്ട നെറ്റ്വർക്ക് ശൃംഖലകളെയാണ്, ഡാറ്റ ബേസ് സെൻറ്ററുകളെയാണ്. അമേരിക്കയുടെ ഏറ്റവും വലിയ ഇൻവെസ്റ്റ്മെൻറ്റ് AI-യിലാണ്, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിലാണ്. AI-യിൽ ഇൻവെസ്റ്റ് ചെയ്താണ് അമേരിക്ക ഇന്ന് ലോകത്ത് കരുത്തു കാട്ടുന്നത്. ഡാറ്റകളുടെ കേന്ദ്രം പ്രവർത്തിക്കുന്നത് GCC രാജ്യങ്ങളിലാണ്. ആമസോണിൻ്റെയും എല്ലാ ബഹുരാഷ്ട്ര കമ്പനികളുടെയും ക്ലൗഡ് സെൻറ്ററുകൾ പ്രവർത്തിക്കുന്നത് GCC രാജ്യങ്ങളിലാണ്. ഇറാൻ്റെ പ്രത്യാക്രമണത്തിൻ്റെ രണ്ടാം ഘട്ടം ബഹ്റൈനിലെയും ദുബൈയിലെയും ആമസോണിൻ്റെ ക്ലൗഡ് സെൻറ്ററുകളെയാണ് ഇറാൻ ആക്രമിച്ചത്. ആമസോണിൻ്റെ ക്ലൗഡ് യൂണിറ്റ് താൽക്കാലികമായി ഷട്ട് ഡൗൺ ആയി. ആമസോണിൻ്റെ ഏറ്റവും വലിയ ക്ലൗഡ് യൂണിറ്റ് പ്രവർത്തിക്കുന്നത് ബഹ്റൈനിലും UAE-യിലുമാണ്. ആമസോൺ വെബ് സർവീസ് AWS ആമസോൺ വെബ് സർവീസിനെതിരെയാണ് ഇറാൻ ആക്രമണം നടത്തിയത്. ക്ലൗഡ് സെൻറ്ററുകളെ ആക്രമിക്കുമ്പോൾ ടെക്നോളജിക്കൽ അഡ്വാൻസ്മെൻറ്റ് ഇല്ലാതാകും. സാമ്പത്തിക രംഗം കുത്തുപാളയെടുക്കും. അമേരിക്കക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ പ്രഹരമാണ് ഇത്തരം ഡാറ്റാ സെൻറ്ററുകളെ ആക്രമിക്കുക എന്നത്. ഇത്തരം ഡാറ്റാ സെൻറ്ററുകളാണ് AI കമ്പനികളുടെ ജീവനാഡി. അതാണ് ഇറാൻ ലക്ഷ്യമിടുന്നത്. US എക്കണോമിയുടെ ജീവവായുവാണ് AI കമ്പനികൾ. ആ കമ്പനികളെ തകർക്കാൻ, അവരുടെ ഡാറ്റാ സെൻറ്ററുകളെ തകർക്കാൻ, ക്ലൗഡ് സെൻറ്ററുകളെ തകർക്കാൻ ലക്ഷ്യമിട്ടുകൊണ്ടാണ് ഇറാൻ ആക്രമണം നടത്തുന്നത്. പ്രത്യാഘാതം ഗുരുതരമായിരിക്കും. സാമ്പത്തികമായി, സാങ്കേതികമായി അമേരിക്ക തകരും. ഇതാണ് ഇറാൻ്റെ ഒരു സ്ട്രാറ്റജി.